ഇപ്പോൾ വേറൊന്നുമല്ല, എല്ലാവരും പലവിധ സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് വഴി, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമുക്ക് പല ലിങ്കുകളും വരും. അപ്പോൾ പല സൈറ്റുകളിൽ നിന്നും പല സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്, പല ആളുകളും ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനും അതുപോലെ ഒരു ജിംബൽ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് വന്നത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ കണ്ടതാണ്. പക്ഷെ അത് നമ്മുടെ സുഹൃത്തുക്കളും അവരുടെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അവർക്ക് കാണണമെന്ന് ഉറപ്പ് ഏതായാലും അവരുടെ മുമ്പിൽ വെച്ച് അത് അൺബോക്സ് ചെയ്ത് ഒന്നുകൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടോ, എസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ സൈറ്റ്. ഷോപ്പിംഗ് ബി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, ഷോപ്പിംഗ് ബി. ഈ ഷോപ്പിംഗ് ബിയിൽ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഈ സാധനം നമുക്ക് എത്തിച്ചേരുന്നത് ഇ കാർട്ടാണ്. ഇ കാർട്ട് കൊറിയർ വഴിയാണ് നമുക്ക് ഈ സാധനം വരുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി തുറന്നു നോക്കിയതാണ്. പക്ഷേ ഇപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ച് കൗതുകത്തിന് വേണ്ടി കാണിക്കുന്നത്. അപ്പം ജിംബലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഷോപ്പിംഗ് ബി എന്ന് പറയുന്ന സൈറ്റിൽ ഒരു ജിംബലാണ് ഓർഡർ ചെയ്തത്. പക്ഷെ നമുക്കത് വന്നത് ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇതെന്താ, ആദ്യം തുറന്നപ്പോൾ തന്നെ പേപ്പർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് തോന്നി, എന്താ സംഭവിക്കുന്നത്. എന്താ ഇങ്ങനെ കുറേ പേപ്പറുകൾ വെച്ചിട്ട് ഒരു സെൽഫി സ്റ്റിക്ക് നമ്മൾ 2000 രൂപ കൊടുത്തിട്ട് ഓർഡർ ചെയ്തൊരു സാധനം. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താ കുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ടാ, ശരിക്കും ഒരു സെൽഫി സ്റ്റിക്ക്. ഇത് 50 രൂപ കൊടുത്താൽ ബ്രോഡ്വേയിൽ കിട്ടുക, എറണാകുളം ബ്രോഡ്വേ കിട്ടുന്ന ഒരു സെൽഫി സ്റ്റിക്കാണ്. 50 രൂപ കൊടുത്താൽ മതി. അത് കൂടാതെ 3 സോപ്പ്. ഈ 3 സോപ്പ് അതിപ്പോൾ ശരിക്കും ഞാനിത് ആദ്യം എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് ഉള്ള സാധനം എടുക്കുമ്പോൾ വന്നത് 3 സോപ്പാണ്. 2000 രൂപ നമ്മൾ കൊടുത്തിട്ട് കിട്ടിയ സാധനങ്ങൾ ഉണ്ടാകും. കുറച്ചും കൂടെ പേപ്പർ ഇതാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങളൊരു കാരണവശാലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴി വരുന്ന സൈറ്റുകളിൽ നിന്ന് ഒരു സാധനവും പർച്ചേസ് ചെയ്യാതിരിക്കുക. അല്ല, കുട്ടികളുടെ ചിരി നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു അനുഭവമാണിത്. നമ്മുടെ വൈഫ് എപ്പോഴും സോപ്പ് മേടിക്കുന്നത് അത് കണ്ടിട്ടാണ് അവർ ഈ സോപ്പ് 2000 രൂപ നമ്മൾ കൊടുത്തിട്ട് കിട്ടിയ സാധനമാണ്. 50 രൂപയുടെ ഒരു സെൽഫി സ്റ്റിക്കും 30 രൂപയുടെ സോപ്പ്. അപ്പോൾ 80 രൂപയാണ് അവർക്ക് നമുക്ക് തന്നത്. 2000 രൂപ നമ്മൾ കൊടുത്തു. ഇത് എസ് ബി, അതായത് ഷോപ്പിംഗ് ബി എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇത് വരുന്ന സമയത്ത് ഇത് തിരിച്ച് നമുക്കത് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും അതിൽ കാണുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും നമുക്കിത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലില്ല. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മാത്രമേ അതിനുള്ളൂ. റിട്ടേൺ ചെയ്യാൻ നമുക്കിത് കഴിയുന്നില്ല. അപ്പോൾ അത് മറ്റുള്ളവർ ഇതിൽ ഈ അപകടത്തിൽ പെടാതിരിക്കട്ടെ എന്ന് കരുതിയാണ് ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഈ സാധനം രണ്ടാമതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. ഈ 80 രൂപയുടെ സാധനത്തിന് വേണ്ടിയാണ് ഞാൻ 2000 രൂപ കൊടുത്തത്. അപ്പൊ ഷോപ്പിംഗ് ബി എന്ന് പറയുന്ന സൈറ്റിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഈ കാർട്ടാണ് നമുക്കത് ഡെലിവറി ചെയ്തത്. ഈ കാർട്ട് നമ്മളോട് പറഞ്ഞ 5 ദിവസത്തിനുള്ള റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ഇത് മറ്റുള്ളവർക്കൊരു പാഠമാണ്. ഒരാളും ഒരു കാരണവശാലും സൈറ്റുകളിൽ കയറി ഒരു സാധനം ഓർഡർ ചെയ്യാതിരിക്കുക. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നേരെ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപ്പുകളുണ്ട്, അങ്ങനെയുള്ള ആപ്പ് സ്റ്റോറുകളിൽ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. നേരെ മറിച്ച് യാതൊരു കാരണവശാലും സൈറ്റുകളിൽ ഇതുപോലുള്ള സൈറ്റുകളിൽ കയറിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യരുത്. ഇതേപോലെ വഞ്ചിതരാകരുത്. സോപ്പ് നമുക്ക് കടയിൽ പോയാൽ 10 രൂപക്ക് കിട്ടും. അവർ ഈ 2000 രൂപ കൊടുത്തിട്ട് നമുക്ക് ഇത് അഴിച്ചു തരേണ്ട ആവശ്യമില്ല. അപ്പം ശരിക്കും ചീറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും സൈറ്റുകളിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാതിരിക്കുക. വിശ്വസ്തമായിട്ടുള്ള ആപ്പുകളുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യുമ്പോഴും ഓപ്പൺ ഡെലിവറി സ്കീമിലൂടെ വരുന്ന സാധനങ്ങൾ മാത്രം ഡെലിവറി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകും. ഓപ്പൺ ഡെലിവറി സ്കീം ആകുമ്പോൾ ചിലപ്പോൾ 100 രൂപ 500 രൂപ കൂടും. പക്ഷേ നമുക്ക് ആ സാധനം നമുക്ക് ഒറിജിനലാണോ എന്ന് കണ്ടിട്ട് നമുക്കത് റിട്ടേൺ ചെയ്യാനോ ഉപയോഗിക്കാനോ സാധിക്കും. അപ്പം എന്നെ ശ്രമിക്കുന്ന, എന്നെ കാണുന്ന എല്ലാ കാണികളും എല്ലാവരും നിങ്ങൾ ഇത് പറ്റാവുന്ന ആളുകൾക്കെല്ലാം ഷെയർ ചെയ്യുക. വേറെ ഒന്നുമല്ല, ആരും വഞ്ചിതരാകാതിരിക്കട്ടെ എന്ന് കരുതിയാണ്. സ്റ്റോർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒരു സ്റ്റോറിലും കയറി നമ്മൾ ഇതാണ് അവസ്ഥ. അപ്പം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് എപ്പോഴും
ആപ്പുകൾ, അതായത് ഫ്ലിപ്കാർട്ട് പോലുള്ള മീഷോ പോലുള്ള ആപ്പുകളിൽ കിട്ടുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അവർ വളരെ സത്യസന്ധമായിട്ടാണ്. ഞാനിത് എൻ്റെ ഫസ്റ്റ് അനുഭവമാണ്. ഞാൻ ഇതേവരെയും ഓൺലൈൻ വ്യാപാര രംഗത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ്. പക്ഷേ എന്തോ അതവർ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് ഏതായാലും 80 രൂപയുടെ സാധനം തന്നു 2000 രൂപക്ക്. വളരെ നന്ദി. SB എന്ന് പറയുന്ന ഷോപ്പിംഗ് ബി, ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഷോപ്പിംഗ് ബി നമ്മൾ ഫേസ്ബുക്കെല്ലാം ട്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ആള് 50 പ്രാവശ്യമെങ്കിലും ഷോപ്പിംഗ് ബി എന്ന് പറയുന്ന ഒരു സൈറ്റ് സന്ദർശിക്കാറുണ്ട്. അപ്പോൾ അതിൽ വഞ്ചിതരാകാതിരിക്കുക. ഷോപ്പിംഗ് ബി നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അതേപോലത്തെ കുറേ ഷോപ്പിംഗ് സൈറ്റുകളുണ്ട്, ഒന്നും ഉപയോഗിക്കരുത്. എല്ലാവരും അംഗീകൃതമായിട്ടുള്ള മറ്റേ ഫ്ലിപ്കാർട്ടോ മീഷോയോ അങ്ങനെയുള്ള സ്റ്റോറുകളിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഈ കുട്ടികളും എല്ലാവരും, ഇവരൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നു. ഇവരെല്ലാം സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും കാണിച്ചപ്പോൾ ഓക്കെ, താങ്ക് യു.